തങ്കമ്മ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ശാസ്ത്രരംഗത്ത് നിരവധി പേര് അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ അവഗണിക്കപ്പെട്ടു പോയ ഒരു വനിതയാണ്. ഒന്ന്, സ്ത്രീകൾ പൊതുവെ അവഗണിക്കപ്പെടാറുണ്ട്. അതിനു പുറമെ പരമ്പരാഗതമായ നമ്മുടെ ചില ധാരണകളെ തിരുത്തി കുറിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രകാരനോട് പൊതുവെ ശാസ്ത്രലോകം തന്നെ പുറംതിരിഞ്ഞു നിൽക്കും. ഷാജഹാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതിന് ഞാൻ കാണുന്നത് അമ്മയിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജമാണ് ഷാജഹാൻ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. പിണറായി വിജയനെ പോലും മുൾമുനയിൽ നിർത്തിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരി ഇന്ന് ഈ ലോകത്തോട് എൽ തങ്കമ്മ വിട പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകളിൽ സങ്കടത്തിലാണ് നാട്. സിരകളിൽ വിപ്ലവവും ചിന്തയിൽ ശാസ്ത്രവും കോർത്തിണക്കിയുള്ള ജീവിതം, അപൂർവമായിട്ടുള്ള വ്യക്തിത്വത്തിനുടമ. പ്രശസ്ത റബ്ബർ ശാസ്ത്രജ്ഞയും ചങ്ങനാശ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല അമരക്കാരികളിൽ ഒരാളുമായിരുന്നു എൽ തങ്കമ്മ എന്ന് പറയുന്ന 87കാരി. റബ്ബർ കൃഷിയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് IoT സാങ്കേതികവിദ്യയുടെ ഉപജ്ഞാതാവായ തങ്കമ്മ വെറുമൊരു ശാസ്ത്ര എന്നതിൽ ഉപരി കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ ധീരമായിട്ടുള്ള ഏടുകൂടെയായിരുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ KM ഷാജഹാന്റെ അമ്മയാണ് തങ്കമ്മ. ചങ്ങനാശ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം കണ്ട വീടാണ് തങ്കമ്മയുടേത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയായിരുന്ന V മാധവന്റെ മകളായി ജനിച്ച തങ്കമ്മയുടെ രക്തത്തിൽ പോരാട്ട വീര്യം. KM ഷാജഹാന്റെ മകൻ അമ്മയുടെ നിര്യാണത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. 1950കളിൽ ഒരു വിപ്ലവകാരിയായ വ്യക്തിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ആർക്കും ഓർക്കാൻ കഴിയാത്ത നിലയിലുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾ ജീവിതത്തിലെടുക്കുകയും പൊതുരംഗത്ത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ആ അമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അമ്മാവൻ സിജി സദാശിവൻ പുന്നപ്ര വയലാർ സമര നായകനും ജയിൽവാസം അനുഭവിച്ച വിപ്ലവകാരിയും. ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് 1959 ജാതിമത മതിലുകൾ തകർത്ത് സഖാവ് KB മുഹമ്മദ് അലിയെ അവർ ജീവിത പങ്കാളിയാക്കുന്നത്. മുസ്ലിം ഈഴവ വിവാഹ ബന്ധങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലത്ത് ആ തീരുമാനം അവരെടുക്കുമ്പോൾ അതൊരു വിപ്ലവമായി മാറി. തങ്കമ്മയുടെ ചങ്ങനാശ്ശേരിയിലെ വീട് പാർട്ടിയുടെ പ്രാദേശിക രൂപീകരണ ചർച്ചകളുടെ തട്ടകം തന്നെയായിരുന്നു. കല്യാണകൃഷ്ണൻ നായർ, KGN നമ്പൂതിരിപ്പാട് തുടങ്ങിയിട്ടുള്ള സമുന്നത നേതാക്കൾക്കൊപ്പം ചേർന്ന് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അവർ നിർണായക പങ്കുവഹിച്ചു. CPM സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി തൻ്റെ കൈവശമുണ്ടായിരുന്ന കാറ് വരെ വിറ്റ് പണം കണ്ടെത്തിയ മുഹമ്മദ് അലിയെ ചേർത്ത് പിടിച്ച തങ്കമ്മ പദവികളെക്കാൾ വിപ്ലവ മൂല്യങ്ങൾക്കാണ് വില കൽപ്പിച്ചിരുന്നത്. ശാസ്ത്രലോകത്ത് തങ്കമ്മയുടെ പേര് റബ്ബർ കർഷകരുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ടാണ് അടയാളപ്പെടുത്തുന്നത്. കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്ലാന്റ് പാത്തോളജിസ്റ്റും മൈക്കോളജിസ്റ്റുമായിരുന്ന അവർ വികസിപ്പിച്ച IoT സാങ്കേതിക വിദ്യ ഉൽപാദനം 111% വരെ വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ളതായിരുന്നു. താഴെ നിന്ന് മുകളിലേക്ക് മാത്രം ടാപ്പിംഗ് ചെയ്യുന്ന ഈ രീതി മരത്തിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നും അവർ തെളിയിച്ചു. എന്നാൽ റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥ മേധാവിത്വത്തോടും പിന്തിരിപ്പൻ നയങ്ങളോടും പൊരുതേണ്ടി വന്നതിനാൽ ഈ വിദ്യ കാർഷിക ലോകത്തേക്ക് വ്യാപകമായി എത്തിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടമാണ്. വിരമിച്ച ശേഷവും കർഷകർക്കായി വേണ്ടി അവർ പോരാട്ടം തുടർന്നു. 87-ാം വയസ്സിലും കൃത്യതയാർന്ന വാക്കുകളും മൂർച്ചയുള്ള ബോധ്യവുമായിരുന്നു 37 സയൻസ് കോൺഗ്രസുകളിൽ പങ്കെടുത്ത അവർ തൻ്റെ സാങ്കേതിക വിദ്യയുമായി ശാസ്ത്ര പ്രദർശനങ്ങളിൽ സ്ഥിര സാന്നിധ്യമായി നിന്നു.
ഡോക്ടർ ബി ഇക്ബാലിന്റെ ജ്യേഷ്ഠൻ കൂടിയായ മുഹമ്മദ് അലിയുടെ വിയോഗശേഷവും മകൻ ഷാജഹാനു വേണ്ടി അവർ കരുത്തോടെ നിലയുറച്ചു. വിഷ്ണു പ്രാണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പിണറായി സർക്കാരിനെതിരെ അവർ നടത്തിയ ഉപവാസവും വാർത്താ സമ്മേളനവും ഈ കേരളത്തെ ഒന്നടങ്കം ചർച്ച ചെയ്യിച്ച വിഷയമാണ്. കായംകുളം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആലുവയിലെ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷനിലും സീനിയർ ഷാജഹാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതിന് ഞാൻ കാണുന്നത് അമ്മയിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജമാണ് ഷാജഹാൻ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. ഷാജഹാനുമായിട്ട് എനിക്കൊരു വളരെ അടുത്ത ബന്ധം എന്ന് പറയാവുന്നത് കഴിഞ്ഞൊരു 10 വർഷക്കാലത്തെ ബന്ധമാണ്. ആ കാലയളവിൽ ഷാജഹാൻ ഏറ്റെടുത്തിട്ടുള്ള നിരവധി വിഷയങ്ങൾ, ഷാജഹാൻ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളുടെയൊക്കെ പിന്നിലുള്ള പ്രേരണ ശക്തി അമ്മയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ നേരിട്ടുള്ള അനുഭവം. അമ്മ സ്വന്തം നിലയിൽ അമ്മയുടെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സ്മരിക്കുന്നതിനേക്കാൾ കൂടുതൽ പലപ്പോഴും സ്വയം ചെയ്യുന്നതിനേക്കാൾ വിഷമമാണ് അടുത്ത തലമുറയിലേക്ക് കൂടി അത് കൈമാറുന്നത്. അമ്മ അത് കൈമാറാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു കഴിവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ചെറിയ റബ്ബർ മേഖലയിലെ ഒരു വിപ്ലവം എന്നാണല്ലോ തങ്കമ്മയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓർക്കുന്നത്. അത് വേണ്ട രീതിയിൽ കേരളം ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം അത് തുടർന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ ധാരാളം പോരായ്മകളുണ്ട്. അതൊരു പക്ഷേ സിസ്റ്റത്തിന്റെ പ്രത്യേകതകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാരണങ്ങളാലായിരിക്കാം. പക്ഷെ എന്തായാലും ആ മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഈ റബ്ബർ മേഖല മാത്രമല്ല, അവരൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അത് സാധാരണക്കാരുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, കഷ്ടപ്പെടുന്നവരുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, അങ്ങനെ പരിഗണിച്ചുകൊണ്ട് ഓരോ വിഷയത്തെയും സമീപിക്കുന്ന ഒരു പ്രത്യേകത, ആ പ്രത്യേകത അമ്മയ്ക്കുണ്ടായിരുന്നു. ഞാൻ അമ്മയുമായിട്ടും ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഞാൻ കാണുന്നത് അവരുടെ പ്രായത്തെ പരിഗണിക്കാതെ, പ്രായത്തെ ഒട്ടും തന്നെ കൂസാതെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ്. അത് ഒരുപക്ഷെ ആ പ്രായത്തിലൊക്കെ ഒരു അമ്മ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുമെന്ന് എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന്റെ ഉടമ എന്നുള്ള നിലയിലാണ് ഞാൻ അവരെ സ്മരിക്കുന്നത്. തൻ്റെ ജ്യേഷ്ഠ സഹോദരിയുടെ വിയോഗമറിഞ്ഞ സമയത്ത് ഇക്ബാൽ ബാപ്പു കുഞ്ഞ് എഴുതിയത് ഇങ്ങനെയാണ്: വിട പറയുന്നത് അവഗണിക്കപ്പെട്ട ശാസ്ത്ര പ്രതിഭ, പ്രിയ ജ്യേഷ്ഠത്തി എൽ തങ്കമ്മയ്ക്ക് ബാഷ്പാഞ്ജലികൾ. പ്രശസ്ത ശാസ്ത്രജ്ഞയും എൻ്റെ മൂത്ത സഹോദരൻ KB മുഹമ്മദ് അലിയുടെ ജീവിത പങ്കാളിയുമായ എൽ തങ്കമ്മ അന്തരിച്ചിരിക്കുന്നു. കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാത്തോളജിസ്റ്റും മൈക്കോളജിസ്റ്റുമായി പ്രവർത്തിച്ചയാൾ. കായംകുളത്ത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആലുവയിൽ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷന്റെ ഫംഗസ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലും സീനിയർ ശാസ്ത്രജ്ഞയായി സേവനമനുഷ്ഠിച്ചയാൾ. ശാസ്ത്രലോകത്തോടുള്ള ജ്യേഷ്ഠത്തിയുടെ അചഞ്ചലമായ സമർപ്പണം എടുത്തു പറയേണ്ടതാണ്. റബ്ബർ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ജ്യേഷ്ഠത്തി ആവിഷ്കരിച്ച ഇൻക്ലൈൻഡ് അപ്വേർഡ് ടാപ്പിംഗ്
ഈ സവിശേഷ രീതി റബ്ബർ ബോർഡോ ശാസ്ത്രലോകമോ വേണ്ട വിധം അംഗീകരിക്കാത്തതിനാൽ ജീവിതകാലം മുഴുവൻ അവർ അതീവ ദുഃഖിതയായിരുന്നു. എങ്കിലും പ്രായത്തെ അവഗണിച്ചും എല്ലാ കേരള ശാസ്ത്ര കോൺഗ്രസിലും പങ്കെടുത്തുകൊണ്ട് തൻ്റെ കണ്ടെത്തലുകൾ അവർ നിരന്തരം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു പ്ലാന്റ് പാത്തോളജിസ്റ്റ് എന്ന നിലയിൽ റബ്ബർ കൃഷിയെ ബാധിക്കുന്ന ഫൈറ്റോഫ്തോറ, പിങ്ക് ഡിസീസ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് ജ്യേഷ്ഠത്തി വിപുലമായ ഗവേഷണങ്ങളാണ് നടത്തിയത്. ഇന്ത്യയിലെ ഫൈറ്റോഫ്തോറ സ്പീഷീസുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. ഉൽപാദനക്ഷമതയേറിയതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ RRII 105 പോലുള്ള റബ്ബർ ക്ലോണുകളെ കുറിച്ചുള്ള വിശകലനങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 2014 ശാസ്ത്രലോകം നാഷണൽ സയൻസ് എക്സ്പോയിൽ മികച്ച വ്യക്തിഗത കണ്ടുപിടുത്തത്തിനുള്ള പുരസ്കാരം നൽകി രാജ്യം അവരെ ആദരിച്ചു. ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്കൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇടപെടലുകളിലും അവർ സജീവമായിരുന്നു. റബ്ബർ മരങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന എഥഫോൾ എന്ന് പറയുന്ന കെമിക്കൽ റെഗുലേറ്ററിന്റെ നിരോധനത്തിനായി ശക്തമായി വാദിച്ചു. കൂടാതെ മഴക്കാലത്തെ റബ്ബർ ടാപ്പിംഗ് ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളുടെ പ്രജനനത്തിന് കാരണമാകുമെന്ന് കണ്ടെത്തി ഇതിനെതിരെ നിയമപരമായ പോരാട്ടങ്ങളും പൊതു ചർച്ചകളും സംഘടിപ്പിച്ചു. കേരളം അർഹിച്ച രീതിയിൽ അംഗീകരിക്കാതെ പോയ പ്രഗത്ഭ ശാസ്ത്രജ്ഞയ്ക്ക് അനുജൻ എന്ന നിലയിലും ഒരു ശാസ്ത്ര പ്രചാരകൻ എന്ന നിലയിലും ഞാൻ കണ്ണീരോടെ വിട ചൊല്ലുന്നു. നമ്മുടെ സാമൂഹിക ചരിത്രത്തിലും ജ്യേഷ്ഠന്റെയും ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 1959 ഇവരുടെ വിവാഹം. ഒരു മുസ്ലിം ഈഴവ വിവാഹം അക്കാലത്ത് തികച്ചും അത്യപൂർവം. ചങ്ങനാശ്ശേരിയിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ വച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചത്. AM കല്യാണകൃഷ്ണൻ നായർ 1957 MLA, KGN നമ്പൂതിരിപ്പാട് 1967 MLA. ഇവരോടൊപ്പം എൻ്റെ സഹോദരനും ആ വിപ്ലവ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. അവിടെ വെച്ചുണ്ടായ സൗഹൃദമാണ് പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയത്. സമുദായങ്ങൾ വ്യത്യസ്തമായിട്ടും സ്വഭാവ മഹിമ കൊണ്ട് മാത്രം സമുദായങ്ങൾ വ്യത്യസ്തമായിട്ടും സ്വഭാവ മഹിമ കൊണ്ടും പെരുമാറ്റത്തിലെ ലാളിത്യം കൊണ്ടും ഞങ്ങൾ തങ്കച്ചി എന്ന് വിളിച്ചിരുന്ന ജ്യേഷ്ഠത്തെ വീട്ടുകാരിലെല്ലാവരുമായിട്ടും അടുത്ത ആത്മബന്ധം പുലർത്തി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാനാണ് മൂത്ത മകൻ. ഷാജഹാന്റെ പങ്കാളി ഇടുക്കിയിലെ പ്രശസ്ത യുക്തിവാദി പ്രവർത്തകയായിരുന്ന വർക്കിസാറിൻ്റെ മകൾ കരോളിൻ K. വർക്കി, മകൾ KM ഷീല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പാത്തോളജി പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. അങ്ങനെ വലിയൊരു കുടുംബത്തിൽ സമൂഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ കേരളത്തിനൊരു തീരാനഷ്ടമായി മാറിയിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ ഒരു സങ്കട വേളയില് ഞാൻ പെട്ടെന്ന് കണ്ടത് സാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ സാർ ആദ്യത്തെ വരി തന്നെ പറയുന്നത് അവഗണിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞ എന്നുള്ള തരത്തിലാണ്. എന്ത് തൊട്ടാണ് അങ്ങനെ പറയാൻ? എൽത്തങ്കമ്മ ശരിക്കും പറഞ്ഞാൽ കേരളത്തില് ശാസ്ത്രരംഗത്ത് നിരവധി പേര് അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ അവഗണിക്കപ്പെട്ടു പോയ ഒരു വനിതയാണ്. ഒന്ന്, സ്ത്രീകൾ പൊതുവെ അവഗണിക്കപ്പെടാറുണ്ട്. അതിനു പുറമെ പരമ്പരാഗതമായ നമ്മുടെ ചില ധാരണകളെ തിരുത്തി കുറിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രകാരന്മാരോട് പൊതുവെ ശാസ്ത്ര ലോകം തന്നെ പുറംതിരിഞ്ഞു നിൽക്കും. പിന്നീടാണ് അവരുടെ കഴിവുകൾ കാലം അംഗീകരിക്കുന്നത്. ശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാലത്തിന് മുമ്പോട്ട് ചിന്തിച്ചവരാണ് അവർ. തന്നെ നമുക്കറിയാം, കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഒരു വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് റബ്ബർ. ആ റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അവർ പുതിയ ടാപ്പിംഗ് രീതി ആവിഷ്കരിച്ചു. ആ ടാപ്പിംഗ് രീതി ആവിഷ്കരിച്ച് അത് റബ്ബർ ബോർഡിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അത് പരീക്ഷണാർത്ഥത്തിൽ അത് കൃഷി ചെയ്ത് നോക്കി. പക്ഷേ മൊത്തത്തിൽ ശാസ്ത്രലോകവും നിർഭാഗ്യവശാൽ റബ്ബർ ബോർഡും
അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്, അത് പക്ഷേ അവർ നിരന്തരമായി അത് വീണ്ടും വീണ്ടും കേരള സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് കാസർഗോഡ് ചേർന്ന സയൻസ് കോൺഗ്രസ്സിൽ, ആ സയൻസ് കോൺഗ്രസ്സിലല്ല, കേരള സയൻസ് കോൺഗ്രസ്സിലെല്ലാം അവർ പങ്കെടുക്കും. കാരണം കേരളത്തിൽ ശാസ്ത്രജ്ഞരൊക്കെ വരുന്ന സമയമാണല്ലോ. അവിടെയെല്ലാം ഒരു പ്രത്യേക സ്റ്റോളിൽ ഈ വിവരം അവർ ശാസ്ത്രകാരന്മാരെ ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ 80 വയസ്സ് കഴിഞ്ഞ് 88, 87 മരിക്കുന്നവരെ അവസാന ശ്വാസം വരെ അവരെ ശാസ്ത്രരംഗത്ത് അവരുടെ പോകും. അത് മാത്രമായിരുന്നില്ല, കേരളത്തിലെ പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ചിക്കൻ ഗുനിയ കേരളത്തിലൊരു പ്രധാനപ്പെട്ട രോഗമാണ്. അത് റബ്ബറുമായി ബന്ധം പലരും ശ്രദ്ധിച്ചിട്ടില്ല. അതിനകത്തുള്ള ചിരട്ടയ്ക്കകത്താണ് ഈ ഈഡിസ് ഈജിപ്തി എന്ന കൊതുകളെ മുട്ട വീഞ്ഞു. അതിനെക്കുറിച്ച് കേരളീയർക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയൊരു സ്ഥിതിയാണ്. ഈഡിസ് ഈജിപ്തി തന്നെയാണ് ഇപ്പോൾ സീക്ക വൈറസ് ഇൻഫെക്ഷൻ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുവഴി മഞ്ഞപ്പനി എന്ന് പറയുന്ന ഗുരുതരമായ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കേരള സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ശാസ്ത്രജ്ഞയാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് അവരുടെ വിഷയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന് സംഭാവന ചെയ്യുകയും അതേ അവസ്ഥത്തിൽ സമൂഹത്തിൽ ശാസ്ത്രരംഗത്ത് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഒരു വനിതയാണ്. എനിക്ക് പോലും ഒരു ശാസ്ത്രപ്രചാരകൻ എന്നുള്ള നിലയിൽ എത്രത്തോളം നമുക്കൊരു പിന്തുണ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു ദുഃഖമുണ്ട് എനിക്ക്, സത്യം പറഞ്ഞാൽ. അപ്പോൾ അതാണ് അവരുടെയാണ് ജീവിതം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വെച്ച പല ശാസ്ത്ര സത്യങ്ങളും ഇനിയെങ്കിലും അവരുടെ മരണശേഷമെങ്കിലും അംഗീകരിക്കപ്പെടേണ്ടി. അങ്ങനെയാണ് പലരുടെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ശരി സാർ. പ്രധാന